ചെയ്യുന്ന ഈ സബ്സ്റ്റൻസ് നമ്മൾ മാറ്റർ എന്ന് പറയും. പ്ലാസ്മേനെ നമ്മൾ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്നാണ് പറയാ. സോ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആണ്. നമുക്കറിയാം സോളിഡിനെ ഹീറ്റ് ചെയ്താൽ അല്ലെങ്കിൽ സോളിഡിന് എനർജി കൊടുക്കുമ്പോൾ നമ്മൾ ലിക്വിഡ് സ്റ്റേജിലേക്ക് മാറും. ലിക്വിഡിനെ പിന്നെയും ഹീറ്റ് ചെയ്യുമ്പോൾ ഗ്യാസ് സ്റ്റേജിലേക്കായി ആ സ്റ്റേറ്റിലേക്ക് എത്തി. ഗ്യാസിനെ പിന്നെയും ഹീറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് അയണൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ പ്ലാസ്മ ക്രിയേറ്റഡ് ആവുന്നു. സോ ഒരു വളരെയധികം ഹീറ്റ് അല്ലെങ്കിൽ സൂപ്പർ ഹീറ്റഡ് മാറ്റർ ആണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ബേസിക്കലി പ്ലാസ്മ എന്ന് വെച്ചാൽ നമുക്ക് അറിയാം സൂപ്പർ ഹീറ്റഡ് മാറ്റർ അല്ലെങ്കിൽ അയനൈസ്ഡ് ഗ്യാസ് കൺസിസ്റ്റിംഗ് ഓഫ് പോസിറ്റീവ് അയോൺസ് ആൻഡ് ഫ്രീ ഇലക്ട്രോൺസ്. ഫ്രീ ഇലക്ട്രോൺസും പോസിറ്റീവ് അയോൺസിന്റെ ഫോമിൽ ന്യൂട്രൽ ആറ്റംസ് അങ്ങനെ അയനൈസ്ഡ് ആയിട്ട് അങ്ങനെ കിടക്കുന്ന ആ ഒരു സ്റ്റേറ്റ് ആണ് പ്ലാസ്മ എന്ന് പറയുന്നത്. നമുക്ക് അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ പ്ലാസ്മ ആസ് എ വെരി ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. സോ ഇത്രയാണ് പ്ലാസ്മേനെ സിംപ്ലി ബേസിക്കലി പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം 99% ഓഫ് ദ മാറ്റർ ഓഫ് യൂണിവേഴ്സും പ്ലാസ്മ സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. വളരെ കുറച്ച് മാത്രമേ നമ്മൾ കാണുന്ന രീതിയിലുള്ളൂ. ഈ എർത്തിൽ എന്താണ്, നമ്മുടെ ചുറ്റും എന്താണ് ഇങ്ങനെ പ്ലാസ്മ കുറവെന്ന് ചോദിച്ചാൽ, വൈ എർത്തിൽ ഇത്ര പ്ലാസ്മ അങ്ങനെ കാണാത്തതെന്ന് ചോദിച്ചാൽ, എർത്തിന് ലോ ടെമ്പറേച്ചർ ആണ്, അതേപോലെ ഹയർ ഡെൻസിറ്റി ആണ്. അതുകൊണ്ടാണ് പ്ലാസ്മ അധികം ഉണ്ടാവാത്തത്. പക്ഷെ പ്ലാസ്മ ഇപ്പം ഈ ലൈറ്റനിങ്ങിന്റെ സമയത്ത് ആ ഒരു ഇലക്ട്രിക് സ്പാർക്ക് വരുന്ന സമയത്തൊക്കെ പ്ലാസ്മ ക്രിയേറ്റഡ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്ലൂറസെന്റ് ബൾബില് അതിൻ്റെ അകത്ത് പ്ലാസ്മ, നിയോൺ ഗ്യാസ് പ്ലാസ്മ സ്റ്റേറ്റിലാണുള്ളത്. അത് നമുക്കറിയാം. അതിൻ്റെ അകത്ത് ഈ ഫ്ലൂറസെന്റ് ട്യൂബിന്റെ അകത്തേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് നിയോൺ ഗ്യാസ് അയനൈസ്ഡ് ആയിട്ട് ഒരു ഗ്ലോയിങ് പ്ലാസ്മ ആയിട്ട് മാറുന്നുണ്ട്. സോ അങ്ങനെ ഡെയിലി ലൈഫിൽ കുറവാണ്. പക്ഷെ ടോട്ടലി യൂണിവേഴ്സില് പ്ലാസ്മയാണ് 99%. പ്ലാസ്മ സ്റ്റേറ്റിലാണ് മാറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് സാഹ ഇക്വേഷൻ ആണ് പറയാനുള്ളത്. സാഹ ഇക്വേഷൻ മേഘ്നാഥ് സാഹ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ ആസ്ട്രോഫിസിസിസ്റ്റ് ആണ് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തത്. ഇതിന്റെ ഫിസിക്കൽ മീനിങ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഈ ഇക്വേഷൻ അപ്ലിക്കേഷൻ സ്റ്റാർസിന്റെ എവല്യൂഷൻ അല്ലെങ്കിൽ സ്റ്റാർസിന്റെ സ്പെക്ട്രൽ ലൈൻസ്, അതിന്റെ എവല്യൂഷനെ പറയാൻ വേണ്ടിയിട്ട് സ്പെക്ട്രൽ ലൈൻസ് പറയല്ലോ, ആ സ്പെക്ട്രൽ ലൈൻസിന്റെ അപ്ലിക്കേഷനിലും തേർമൽ അയണൈസേഷന്റെ തിയറി ഓഫ് തേർമൽ അയണൈസേഷൻ ഇവിടെയൊക്കെയാണ് സാഹ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. നമുക്കിത് ജസ്റ്റ് ഒന്ന് എമൗണ്ട് ഓഫ് അയണൈസേഷൻ to be expected in a gas in thermal equilibrium. Thermal equilibriumത്തിലുള്ള ഒരു ഗ്യാസിൽ എത്രത്തോളം അയണൈസേഷൻ സംഭവിക്കും, ആ ഒരു എമൗണ്ട് ഓഫ് അയണൈസേഷൻ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സാഹ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. സാഹ ഇക്വേഷൻ is given as Ni divided by Nn approximately equal to 2.4 into 10 raised to 21 T raised to 3 by 2 by Ni e raised to minus Ui by Kt. ഈ Ni, Nn എന്ന് പറയുന്നത് ഡെൻസിറ്റീസ് ആണ്. Nn എന്ന് പറയുന്നത് ന്യൂട്രൽ ആറ്റംസ്, നമ്പർ ഓഫ് ന്യൂട്രൽ ആറ്റംസ് പെർ മീറ്റർ ക്യൂബ്. Ni എന്ന് പറയുന്നത് നമ്പർ ഓഫ് അയോൺസ്, പെർ മീറ്റർ ക്യൂബ്. അത് രണ്ടും ഡെൻസിറ്റീസ് ആണ്. പിന്നെ T ടെമ്പറേച്ചർ ആണ്. U അയണൈസേഷൻ എനർജി ഓഫ് ദ ഗ്യാസ് ആണ്. K ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. Boltzmann constant is equal to 1.38 into 10 raised to minus 23 joules per Kelvin ആണ്. സോ അത്രയും അതൊക്കെയാണ് ഈ ഇക്വേഷനിൽ ഉണ്ടാകുന്ന ഇക്വേഷന്റെ ടേംസ്, പാരാമീറ്റേഴ്സ് അതൊക്കെയാണ്. സോ ഇത് വെച്ചിട്ട് ഈ ഇക്വേഷനിൽ വെച്ചിട്ട് ഓർഡിനറി എയറിൽ, റൂം ടെമ്പറേച്ചറിലുള്ള ഓർഡിനറി എയറിൽ എത്ര എമൗണ്ട് ഓഫ് അയണൈസേഷൻ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
ഓർഡിനറി എയറിൽ ഇവിടെ നൈട്രജന്റെ അയണൈസേഷൻ എനർജി ആണ് എടുത്തിട്ടുള്ളത്. UI is equal to 14.5 ഇലക്ട്രോൺ വോൾട്ട്. 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് വെച്ചാൽ 1.6 into 10⁻⁻19 ജൂൾ ആണ്, അത് നമുക്കറിയാം. അതേപോലെ N ഉം Tയും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫൈനലി ആ ഒരു ഫ്രാക്ഷൻ ഓഫ് അയണൈസേഷൻ Ni/Nn അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 10⁻²122 നമുക്ക് കിട്ടും. ഇത് ഓർഡിനറി എയർ റൂം ടെമ്പറേച്ചറിലുള്ള അതിന്റെ ഫ്രാക്ഷൻ ഓഫ് അയണൈസേഷൻ ആണ്. സോ അതാണ് സാഹ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എമൗണ്ട് ഓഫ് അയണൈസേഷൻ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിന്റെ ഒരു ഫിസിക്കൽ മീനിങ് അത്രേ ഇവിടെ വേണ്ടതുള്ളൂ. 1 minute. ആ T⁻³ ഡിവൈഡഡ് ബൈ എന്താണ്? Ni ആണ്. അത് ആ ഡിവൈഡഡ് ബൈ എന്നുള്ള ടേം വരാൻ കാരണം ഇവിടെ നമ്പർ ഓഫ് അയോൺസും Ni/N0 അല്ലേ? ഓ മിസ് അത് ക്ലിയർ ആവുന്നില്ല. ഇല്ല അത് ഒരു മിനിറ്റ് ഒന്ന്. Ni/N0 is equal to എന്നാണോ എഴുതിയിരിക്കുന്നത്? എന്നാണോ? Ni/Nn ന്യൂട്രൽ ആറ്റംസിന്റെ ഡെൻസിറ്റി. Ni/Nn എനിവേ. പക്ഷെ അപ്പൊ ആ Ni തന്നെ അല്ലേ ഈ T⁻³ ഡിവൈഡഡ് ബൈ Ni വരുന്നത് അല്ലേ? ആ Ni ഇവിടെ Ni എന്ന് ഉദ്ദേശിച്ചത് ഈ RHSലുള്ള Ni എന്ന് ഉദ്ദേശിച്ചത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളതാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്നു. അതെന്താന്ന് വെച്ചാല് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുന്നതിനനുസരിച്ചിട്ട് അവിടെ ഈ ഇലക്ട്രോൺസ് അയോൺസിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ റീകോമ്പിനേഷന് സാധ്യത ഉണ്ടല്ലോ. റീകോമ്പിനേഷൻ പ്രോബബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ടാണ് ആ ഇൻവേഴ്സ് ആ ടേം അങ്ങനെ വരാൻ കാരണം. 1/Ni എന്നുള്ളത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിട്ടാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അല്ല. അപ്പൊ ആദ്യത്തെ Niയും നമ്പർ ഓഫ് അയോൺസ്, മറ്റേത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് പറയുന്നത്. നമ്പർ ഓഫ് അയോൺസും ഇലക്ട്രോൺസും സെയിം ആയിരിക്കും. ഓക്കെ. പക്ഷെ അപ്പൊ അത് രണ്ടിടത്ത് ഇടേണ്ട കാര്യം. അപ്പൊ Ni² എന്നുള്ള വരുമ്പോ നമ്മളൊരു പ്രോബ്ലം വരുമ്പോഴേ ചെയ്യാറുണ്ടല്ലോ. അതെ. ഞാനിവിടെ എവിടെയോ Ni² ഇക്വേഷൻ കണ്ടിട്ടുണ്ട്. അതായിരിക്കും. ഓക്കെ ചെയ്തോളൂ, കണ്ടിന്യൂ ചെയ്തോളൂ. അങ്ങനെയാണ്. ഇനി ഒക്കറൻസ് ഓഫ് പ്ലാസ്മ ഇൻ നേച്ചർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. 99% ഓഫ് ദ മാറ്റർ ഇൻ ദി യൂണിവേഴ്സ് ആർ എക്സിസ്റ്റിംഗ് പ്ലാസ്മ സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള പറഞ്ഞു. പ്ലാസ്മ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിഫൈഡ് ഗ്യാസ്, അതായത് ആറ്റംസ് ഡിസോസിയേറ്റഡ് ഇൻ ടു പോസിറ്റീവ് അയോൺസ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോൺസ്. ഇപ്പം നമ്മളുടെ സൺ എടുത്തു നോക്കുകയാണെങ്കിൽ സണ്ണിനൊക്കെ ഹയർ എനർജി, ഹയർ ടെമ്പറേച്ചർ ആണ്. അപ്പം അത് നമ്മളിങ്ങനെ പെട്ടെന്ന് കാണുന്ന പോലെ ഗ്യാസ് സ്റ്റേറ്റിലൊന്നും ആയിരിക്കില്ലല്ലോ. എന്തായാലും പ്ലാസ്മ സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുക. സ്റ്റെല്ലാർ ഇന്റീരിയേഴ്സ്, ഗ്യാഷ്യസ് നെബുല, ഇന്റർസ്റ്റെല്ലാർ സ്പേസ്, ഇതൊക്കെ പ്ലാസ്മ സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. വേറെ സോളാർ വിങ്സ്, വോൺ അലൻ റേഡിയേഷൻ ബെൽറ്റ്സ്, എറോറ, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഇതിന്. സോളാർ വിങ്സ് എന്ന് വെച്ചാൽ ഈ സണ്ണ് കണ്ടിന്യൂസ്ലി എമിറ്റ് ചെയ്യുന്ന സ്ട്രീം ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസിനെയാണ് സോളാർ വിങ്സ് എന്ന് പറയുന്നത്. ഈ സോളാർ വിങ്സ് പ്രൊഡ്യൂസ് ചെയ്യും ഈ എർത്തിന്റെ അപ്പർ അറ്റ്മോസ്ഫിയറിൽ ഒരു സോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സോൺ നമ്മുടെ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഹോൾഡ് ചെയ്ത് വരുമ്പോഴാണ് ഒരു ബെൽറ്റ് പോലെ. അതിനെയാണ് വോൺ അലൻ റേഡിയേഷൻ ബെൽറ്റ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ പ്ലാസ്മ സ്റ്റേറ്റ്സിലാണ്. പിന്നെ എറോറ, അങ്ങനെ അയനോസ്ഫിയർ, ഇതൊക്കെ പ്ലാസ്മ സ്റ്റേറ്റിലാണ് ഉള്ളത്. കോസ്മിക്സ് ഒബ്ജക്ട്സിലൊക്കെ പ്ലാസ്മ സ്റ്റേറ്റ്സ് തന്നെയാണ്.
സോ പ്ലാസ്മേനെ എങ്ങനെയാ ഡിഫൈൻ ചെയ്യാം എന്നുള്ളത് നോക്കാം. നമുക്ക് അയണൈസ്ഡ് ഗ്യാസിനെ എല്ലാ അയണൈസ്ഡ് ഗ്യാസിനെയും പ്ലാസ്മ എന്ന് പറയാൻ പറ്റില്ല. നമുക്കറിയാം ഏത് ഗ്യാസിലായാലും സ്മോൾ ഫ്രാക്ഷൻ സ്മോൾ ഡിഗ്രിയിൽ അതിൽ അയണൈസ്ഡ് ഗ്യാസ് ഉണ്ടാവും. സോ എല്ലാ അയണൈസ്ഡ് ഗ്യാസും പ്ലാസ്മയാണ് നമുക്ക് പറയാൻ പറ്റില്ല. പ്ലാസ്മയാണെന്ന് പറയുകയാണെങ്കിൽ അതിനൊരു യുണീക്ക് കണ്ടീഷൻസ് അല്ലെങ്കിൽ യുണീക്ക് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിനെ ഇപ്പം പ്ലാസ്മേനെ നമുക്ക് മെയിൻലി 2 ടേംസ് വെച്ചിട്ട് ഡിഫൈൻ ചെയ്യാം. ക്വാസി ന്യൂട്രാലിറ്റി ആൻഡ് കളക്റ്റീവ് ബിഹേവിയർ. ഈ 2 ടേംസ് വെച്ചിട്ട് നമുക്ക് പ്ലാസ്മേനെ ഡിഫൈൻ ചെയ്യാം. Plasma is a quasi-neutral gas of charged and neutral particles which exhibits collective behavior. അതായത് പ്ലാസ്മയിൽ ചാർജ്ഡ് പാർട്ടിക്കിൾസ് മാത്രമല്ല ന്യൂട്രൽ പാർട്ടിക്കിൾസ് കൂടെ ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ പ്ലാസ്മേനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം കളക്റ്റീവ് ബിഹേവിയർ എന്താണ്, ക്വാസി ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ ക്വാസി ന്യൂട്രൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയണം. ക്വാസി ന്യൂട്രൽ എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ പറഞ്ഞല്ലോ പ്ലാസ്മയിൽ ചാർജ്ഡ് പാർട്ടിക്കിൾസ് മാത്രമല്ല ന്യൂട്രൽ പാർട്ടിക്കിൾസ് കൂടി ഉണ്ട്. അപ്പം ഓവറോൾ പ്ലാസ്മയുടെ ബിഹേവിയർ ഓവറോൾ ന്യൂട്രൽ ആയിരിക്കും പ്ലാസ്മ. അതാണ് ക്വാസി ന്യൂട്രൽ. ഒരു ക്വാസി നമ്മൾ പലപ്പോഴും അങ്ങനെ യൂസ് ചെയ്യാറില്ല ആ വേർഡ്. ഒരു ന്യൂട്രാലിറ്റി ഉണ്ട്, അതാണ് ക്വാസി ന്യൂട്രൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കളക്റ്റീവ് ബിഹേവിയറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മള് കളക്റ്റീവ് ബിഹേവിയർ പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു ന്യൂട്രൽ ഗ്യാസും അതേപോലെ പ്ലാസ്മയും കൺസിഡർ ചെയ്യുന്നു. ന്യൂട്രൽ ഗ്യാസിൽ നമുക്കറിയാം മോളിക്യൂൾസ് ന്യൂട്രൽ ആണ്, അതുകൊണ്ട് തന്നെ നെറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഒന്നും ഉണ്ടാവില്ല, അതിൻ്റെ ഒരു കുളോം ഫോഴ്സ് ഉണ്ടാവില്ല. പിന്നെ ഗ്രാവിറ്റീനെ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു. പിന്നെ അവിടെ ആ പാർട്ടിക്കിൾസിന്റെ മോഷനെ കൺട്രോൾ ചെയ്യുന്നത് കൊളീഷൻ ആയിരിക്കും. ഒരു ന്യൂട്രൽ ആറ്റത്തിന്റെ അതിന്റെ മോഷനും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ പ്ലാസ്മയിലേക്ക് വരുമ്പം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. പ്ലാസ്മയിൽ നമുക്കറിയാം ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണുള്ളത്. സോ പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് ചാർജസും നെഗറ്റീവ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെ ചാർജസ് വരുമ്പം ഇലക്ട്രിക് ഫീൽഡ് അവിടെ ക്രിയേറ്റഡ് ആവും. എന്താണ് പ്ലാസ്മയിൽ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. ദേ ജനറേറ്റ് ലോക്കൽ കോൺസെൻട്രേഷൻ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. ദേ ഗിവ് റൈസ് ടു ഇലക്ട്രിക് ഫീൽഡ്സ്. അതേപോലെ ഈ ചാർജിന് മോഷൻ ഉണ്ടാവും, ചാർജ് മൂവ് ചെയ്യുമല്ലോ, അപ്പം ഇറ്റ് ജനറേറ്റ്സ് കറണ്ട് ആൻഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്. കറണ്ട് വരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നു. അങ്ങനെ ഈ ഫീൽഡ്സ് കാരണം ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ മോഷൻസ് നേരത്തെ പോലെ ന്യൂട്രൽ ആറ്റത്തിന്റെ പോലെ ആയിരിക്കില്ല. അതിന്റെ ബിഹേവിയറിൽ അതിന്റെ ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ മോഷനെ ഒക്കെ ഈ ഫീൽഡ്സ് കൂടെ എഫക്റ്റ് ചെയ്യും. അതാണ് ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റിലത്തതിൽ കൊളീഷൻ മാത്രമാണ് കൺട്രോൾ ചെയ്യുന്നത്. കൊളീഷൻ ആണ് കാര്യമായിട്ട് അതിന്റെ മോഷനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ പ്ലാസ്മയുടെ കേസിൽ വരികയാണെങ്കിൽ ഈ ഫീൽഡ്സ് ഒക്കെ ഉള്ളതും ദീസ് ഫീൽഡ്സ് അഫക്ട്സ് ദ മോഷൻ ഓഫ് അതർ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഫാർ അവേ. ഒരുപാട് ദൂരെയുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ മോഷനൊക്കെ ഈ ഫീൽഡ്സ് കാരണം ഇതിന്റെ മോഷനൊക്കെ ബാധിക്കുന്നു. അപ്പം ഈ ഒരു ടേമിനെ ഇതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കളക്റ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. പ്ലാസ്മയ്ക്ക് കളക്റ്റീവ് ബിഹേവിയർ ആണ് പറയുന്നത്. സോ അങ്ങനെ കളക്റ്റീവ് ബിഹേവിയറിന്റെ ടേമിലും ക്വാസി ന്യൂട്രാലിറ്റിന്റെ ടേമിലും പ്ലാസ്മേനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ പ്ലാസ്മയിൽ ഇത്രയേ ഉള്ളൂ. അതിന്റെ എവിടെ നേച്ചറിൽ അതിന്റെ ഒക്കുറൻസും അതിന്റെ ഡെഫിനിഷൻസും അങ്ങനെ ഉള്ളൂ പ്ലാസ്മയെ കുറിച്ച്. ഇനി നമുക്ക് പറയാനുള്ള ടോപ്പിക് കൺസെപ്റ്റ് ഓഫ് ടെമ്പറേച്ചർ ആണ്. ഈ കൺസെപ്റ്റ് ഓഫ് ടെമ്പറേച്ചർ പറയുമ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട് ടെമ്പറേച്ചറിനെ കുറിച്ചിട്ട്. അതായത് ഹയർ ടെമ്പറേച്ചർ മീൻസ് എ ലോട്ട് ഓഫ് ഹീറ്റ്. അങ്ങനത്തെ
ആ ഒരു മിസ്കൺസെപ്റ്റിനെ കുറിച്ചിട്ടും പിന്നെ ടെമ്പറേച്ചറിനെ എനർജിയുടെ യൂണിറ്റ്സിൽ എങ്ങനെ കൺവേർട്ട് ചെയ്യാം, പിന്നെ ഒരു മാക്സ്വെല്ലിയൻ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടുള്ള ഒരു ചെറിയ ഡെറിവേഷൻ. ഇതാണ് കൺസെപ്റ്റ് ഓഫ് ടെമ്പറേച്ചറിൽ നമുക്ക് പറയാനുള്ളത്. ഇവിടെ നമ്മളൊരു ഗ്യാസിനെ തേർമൽ ഇക്വലിബ്രിയത്തിലുള്ള ഗ്യാസിനെ കൺസിഡർ ചെയ്യുന്നു. ആ പാർട്ടിക്കിൾസിന് ഡിഫറെന്റ് വെലോസിറ്റീസ് ഉണ്ടാവും. അതിൽ മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദീസ് വെലോസിറ്റി ഇസ് നോൺ ആസ് മാക്സ്വെല്ലിയൻ ഡിസ്ട്രിബ്യൂഷൻ. ഈ തേർമൽ ഇക്വലിബ്രിയത്തിലുള്ള ഒരു ഗ്യാസിന്റെ ചാർജ്ഡ് പാർട്ടിക്കിൾസ് അതിന്റെ വെലോസിറ്റീസ് ബേസ്ഡ് ഓൺ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് നമുക്ക് മാക്സ്വെല്ലിയൻ ഡിസ്ട്രിബ്യൂഷൻസ് വെച്ചിട്ട് പറയാൻ പറ്റും. നമ്മൾ ഇവിടെ 1 ഡയമെൻഷണൽ മോഷൻ ഓഫ് പാർട്ടിക്കിൾസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് ഫീൽഡ് ലൈൻസിലേക്ക് ഇലക്ട്രോൺസിനെ കൺസ്ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. സോ നമ്മൾ 1 ഡയമെൻഷണൽ മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഗിവൺ ബൈ f of u is equal to a exponential minus half mu square by kt. ഇതാണ് 1 ഡയമെൻഷണൽ മാക്സ്വെൽസ് ഡിസ്ട്രിബ്യൂഷൻ. ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ f of u എന്ന് പറയുന്നത് ഇസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ മീറ്റർ ക്യൂബ് വിത്ത് എ വെലോസിറ്റി ബിറ്റ്വീൻ u and u പ്ലസ് du. യു വെലോസിറ്റി ആണ്. യുവിന്റെയും യു പ്ലസ് ഡി യുവിന്റെയും ഇടയിലുള്ള വെലോസിറ്റീസ് ഉള്ള പാർട്ടിക്കിൾസ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ മീറ്റർ ക്യൂബ്, അതാണ് എഫ് ഓഫ് യു. ഹാഫ് എം യു സ്ക്വയർ എന്താണ്? കൈനറ്റിക് എനർജി ആണ്. കെ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്, ദാറ്റ്സ് വി നോ 1.38 into 10⁻⁻23 joules per Kelvin. അതാണ് ഇതിലുള്ള ടേംസ്. പിന്നെ ഡെൻസിറ്റി ബി എൻ, ഡെൻസിറ്റി കിട്ടാൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ മീറ്റർ ക്യൂബ്, ഡെൻസിറ്റി കിട്ടാൻ ഓവറോൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഇസ് n is equal to ഇന്റഗ്രൽ -∞ to +∞ എഫ് ഓഫ് യു ഡി യു. ഇതില് ഈ എഫ് ഓഫ് യുവിൽ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് കാണാൻ പറ്റും. ഈ കോൺസ്റ്റന്റും ഡെൻസിറ്റി ആയിട്ട് റിലേറ്റഡ് ആണ്. ദാറ്റ് ഇസ് എ ക്യാൻ ബി written as a is equal to n into m by 2 pi kt whole raised to 1/2 m mass of the particle ആണ്. സോ ഇത് വെച്ചിട്ട് നമുക്ക് കൈനറ്റിക് എനർജി കിട്ടണം. ആവറേജ് കൈനറ്റിക് എനർജിയാണ് വേണ്ടത്. ടു ഫൈൻഡ് ആവറേജ് കൈനറ്റിക് എനർജി, ഈ കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ ദിസ് ഡെൻസിറ്റി ചെയ്താൽ മതി. സോ ആവറേജ് കൈനറ്റിക് എനർജി കാണുമ്പോൾ ഈ ആവറേജ് ഇസ് ഈക്വൽ ടു എങ്ങനെ വരും? ഇന്റഗ്രൽ -∞ to +∞ half mu square f of u du divided by density. ഇന്റഗ്രൽ -∞ to +∞ f of u du ചെയ്യുന്നു. അതില് നമ്മൾ half mv square is equal to kt ആണ്. half mv square is equal to kt. അപ്പോൾ v സ്ക്വയർ എന്തായിരിക്കും? ഈ എമ്മും 2 ഒക്കെ റൈറ്റ് സൈഡിലേക്ക് പോവും. v square is equal to 2 kt by m എന്ന് വരും. 1 by v square അപ്പൊ എന്ത് വരും? m by 2 kt എന്ന് വരും. we have f of u എന്താണ്? a exponential -mu square by 2 kt. അത് നമുക്ക് ഗിവൺ ആണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഈ വിന്റെ ടേമിൽ എഫ് ഓഫ് യുവിനെ നമ്മൾ എഴുതുന്നു. അതായത് എഫ് ഓഫ് യു ഇസ് ഈക്വൽ ടു എ ഇ റേസ് ടു -u സ്ക്വയർ ബൈ വി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് വരും. കാരണം 1 by v square is equal to m by 2 kt ആണല്ലോ. സോ ഫൈനലി എഫ് ഓഫ് യു ഇസ് ഈക്വൽ ടു എ ഇ റേസ് ടു -u സ്ക്വയർ ബൈ വി സ്ക്വയർ എന്ന് പറഞ്ഞ് വരുന്നു. അതിൽ നമ്മൾ y is equal to u by v ന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ എഫ് ഓഫ് യു എന്ത് വരും? എ ഇ റേസ് ടു -y സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് വരും. ആ ഇക്വേഷനെ നമ്മൾ സി എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ആസ് y is equal to u by v ആണെങ്കിൽ dy എന്തായിരിക്കും? du by v, ദാറ്റ് ഇസ് du is equal to v by ty. അതേപോലെ u സ്ക്വയർ എന്തായിരിക്കും? v സ്ക്വയർ y സ്ക്വയർ. ഇതിനെ എ ബി എന്ന് പറഞ്ഞ ഇക്വേഷൻ കൊടുക്കുന്നത്. അപ്പൊ ഇക്വേഷൻ എയും ബിയും സിയും ഒക്കെ നമ്മൾ ഇക്വേഷൻ, അതായത് കൈനറ്റിക് എനർജിയുടെ ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് average kinetic energy EAV is equal to
ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഹാഫ് എം വൈ സ്ക്വയർ, അവിടെ യു സ്ക്വയറിന് പകരം വൈ സ്ക്വയർ വി സ്ക്വയറിന് എഴുതുന്നു. എ എക്സ്പോണൻഷ്യൽ മൈനസ് വൈ സ്ക്വയർ വി ഡി യുന് പകരം വി ഡി വൈ വരും. ഡിവൈഡ് ബൈ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എ എക്സ്പോണൻഷ്യൽ മൈനസ് വൈ സ്ക്വയർ വി ഡി വൈ എന്ന് പറഞ്ഞിട്ട് വരുന്നു. ദാറ്റ് ഇസ് അതിൽ കോൺസ്റ്റന്റ് ടേംസിനൊക്കെ പുറത്ത് വരുന്നു. എ ഹാഫ് എം വി ക്യൂബ് പുറത്ത് വരുന്നു ന്യൂമറേറ്ററിൽ. പിന്നെ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി വൈ സ്ക്വയർ എക്സ്പോണൻഷ്യൽ മൈനസ് വൈ സ്ക്വയർ ഡി വൈ ഉണ്ടാവും. ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോൾ എയും വിയും ഇന്റഗ്രലിന് പുറത്ത് വരും. എ വി ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ്പോണൻഷ്യൽ മൈനസ് വൈ സ്ക്വയർ ഡി വൈ എന്ന് പറഞ്ഞിട്ട് വരുന്നു. അതില് മോളിലും താഴെയും എയും എ ഉണ്ട്, വി ക്യൂബും വി ഉണ്ട്. അതൊക്കെ ക്യാൻസൽ ചെയ്ത് പോയാൽ ഫൈനലി ഈ എ വി is equal to ഹാഫ് എം വി സ്ക്വയർ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി വൈ സ്ക്വയർ എക്സ്പോണൻഷ്യൽ മൈനസ് വൈ സ്ക്വയർ ഡി വൈ ഡിവൈഡ് ബൈ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ്പോണൻഷ്യൽ മൈനസ് വൈ സ്ക്വയർ ഡി വൈ എന്ന് പറഞ്ഞു വരുന്നു. ഇതില് ഈ ന്യൂമറേറ്ററിലെ ഇന്റഗ്രാൻഡിനെ നമുക്ക് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ന്യൂമറേറ്റർ മാത്രം എടുക്കുന്നു. ന്യൂമറേറ്റർ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി വൈ സ്ക്വയർ എക്സ്പോണൻഷ്യൽ മൈനസ് വൈ സ്ക്വയർ ഡി വൈ എന്നാണ്. അതിന് നമുക്ക് വൈ സ്ക്വയറിനെ വൈ ഇൻറ്റു വൈ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റുമല്ലോ, അങ്ങനെ എഴുതി. പിന്നെ നമ്മൾ -1/2 -2 കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതുന്നു. അങ്ങനെ നമ്മൾ ഇങ്ങനെ എഴുതുന്നു. ന്യൂമറേറ്ററിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി വൈ ഇൻറ്റു -1/2 എക്സ്പോണൻഷ്യൽ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു -2y dy എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇതില് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും y ഇൻറ്റു -1/2 ആണ് ഫസ്റ്റ് ടേം. e റേസ് ടു -y/2 ഇൻറ്റു -2y dy അതാണ് 2y അതാണ് സെക്കൻഡ് ടേം. അപ്പൊ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്താണ്? ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. അതേപോലെ ഇത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഇത് വളരെ സിമ്പിൾ ആണ്. ഇത് എഴുതി വരുമ്പോ കുറച്ചെന്തോ തോന്നാണ്. അങ്ങനെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്താൽ നമുക്ക് y ഇൻറ്റു ഫസ്റ്റ് ടേം y ഇൻറ്റു -1/2 അല്ലേ. സെക്കൻഡ് ടേമിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ്പോണൻഷ്യൽ -y സ്ക്വയർ വരും. അതിന്റെ ലിമിറ്റ് -ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. അത് നമുക്ക് ലിമിറ്റ്സ് കൊടുത്താൽ അത് 0 ആണ് വരിക. പിന്നെ സെക്കൻഡ് ടേമിൽ ഇന്റഗ്രൽ -ഇൻഫിനിറ്റി ടു -ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി -1/2 ആ മൈനസ് പുറത്തേക്ക് വന്നാൽ പ്ലസ് ആയി, ആ 1/2 പുറത്തേക്ക് വരുന്നു. പിന്നെ ഇന്റഗ്രൽ എക്സ്പോണൻഷ്യൽ -y സ്ക്വയർ dy എന്ന് പറഞ്ഞിട്ട് വരുന്നു. സോ ന്യൂമറേറ്ററിൽ നമുക്ക് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കിട്ടി? 1/2 ഇൻറ്റു ഇന്റഗ്രൽ -ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ്പോണൻഷ്യൽ -y സ്ക്വയർ dy. അത് നമ്മുടെ ഇക്വേഷൻ 2ലേക്ക് കൊടുക്കുന്നു. സോ ഈ ആവറേജ് കൈനറ്റിക് എനർജി എങ്ങനെ വരും? ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു ഇപ്പൊ കിട്ടിയിട്ടുള്ളത് ഹാഫ് ഇൻറ്റു ഇന്റഗ്രൽ -ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി e റേസ് ടു -y സ്ക്വയർ dy എന്ന് കിട്ടിയിട്ടുണ്ട്. അത് എഴുതി. പിന്നെ നമ്മുടെ ഡിനോമിനേറ്റർ ഡെൻസിറ്റി ഇന്റഗ്രൽ -ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി e റേസ് ടു -y സ്ക്വയർ dy. ആ രണ്ട് ടേംസ് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഇന്റഗ്രൽ സെയിം ആണ്. സോ അത് രണ്ട് ക്യാൻസൽ ചെയ്തു പോവും. ആൻഡ് ആവറേജ് കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. നമ്മൾ വി സ്ക്വയറിന് മുന്നേ 2kT/m എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ആവറേജ് കൈനറ്റിക് എനർജി is equal to ½ kT എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇത് വളരെ സിമ്പിൾ ആണ്. ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയില്ല.
സൂം ആക്കാൻ പറ്റുമോന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഫർഹാന. അത് ഫർ- ക്ലിയർ ഉണ്ട്, എന്നാലും കുറച്ചും കൂടി സൂം ആക്കിയാൽ നല്ലതായിരിക്കും. സൂം ചെയ്യാൻ ആ പറ്റുകയാണെങ്കിൽ. ആ ഓക്കെ ഓക്കെ. അത് പക്ഷേ കുട്ടി ഇത് ക്ലിയർ ആണ്, പക്ഷെ അവർക്ക് ഷെയർ ചെയ്താൽ മതി, എല്ലാരും എടുക്കുന്നതേ എല്ലാവർക്കും നോട്ട്സ് ഷെയർ ചെയ്താൽ മതി. ആ ഇത് നമ്മൾ 1 ഡയമെൻഷണൽ മാക്സ്വെല്ലിയൻ ഡിസ്ട്രിബ്യൂഷൻ അല്ലേ കൺസിഡർ ചെയ്തത്. നമുക്ക് ഇതിനെ ഈസി ആയിട്ട് 3 ഡയമെൻഷനിലേക്ക് എഴുതാൻ പറ്റും. എഫ് ഓഫ് യു എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ എടുത്തത്. 3D വരുമ്പോൾ അത് എഫ് ഓഫ് യു വി ഡബ്ല്യു എന്ന് പറഞ്ഞു വരും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു A3 എക്സ്പൊണൻഷ്യൽ മൈനസ് ഹാഫ് എം ഇൻറ്റു യു സ്ക്വയർ വി സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ ബൈ കെ ടി എന്ന് പറഞ്ഞു വരും. അതിൽ A3 എന്തായിരിക്കും? എൻ ഇൻറ്റു എം ബൈ 2 കെ ടി റേസ് ടു 3/2. നേരത്തെ 1/2 ആണ്, 3D-യിലായതുകൊണ്ട് 3/2. സോ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ആവറേജ് കൈനറ്റിക് എനർജിയും ട്രിപ്പിൾ ഇന്റഗ്രലിന്റെ ഫോമിൽ എഴുതാൻ പറ്റും. അത് ആവറേജ് കൈനറ്റിക് എനർജി ഇങ്ങനെയാണ് വരിക: ട്രിപ്പിൾ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി A3 ഹാഫ് എം ഇൻറ്റു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ എക്സ്പൊണൻഷ്യൽ minus half m u square plus v square plus w square by kt du dv dw divided by triple integral minus infinity plus infinity A3 exponential minus half m u square plus v square plus w square by kt du dv dw. സിമ്പിൾ ആണ്, കണ്ടാൽ തന്നെ അറിയാം. ഇത് 1 ഡയമെൻഷനിൽ യു മാത്രമുള്ള സ്ഥലത്ത് 3D-യിൽ വരുമ്പോൾ യു വി ഡബ്ല്യു അത് വരുന്നതേ ഉള്ളൂ. മാക്സ്വെല്ലിയൻ ഡിസ്ട്രിബ്യൂഷൻ ഐസോട്രോപിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഫസ്റ്റ് ടേമിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതിനൊക്കെ ഇൻറ്റു 3 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3D കിട്ടി. അതായത് നമുക്ക് കൈനറ്റിക് ആവറേജ് കൈനറ്റിക് എനർജി ഹാഫ് കെ ടി എന്നല്ലേ കിട്ടിയിട്ടുള്ളത്. ഇൻറ്റു 3 ചെയ്താൽ 3 ഡയമെൻഷനിലത് കിട്ടി. ദാറ്റ് ഇസ് ഈ എ വി ഇസ് ഈക്വൽ ടു 3/2 കെ ടി എന്ന് വരും. ഇനി നമുക്ക് ടെമ്പറേച്ചർ കെൽവിനിലാണല്ലോ പറയുന്നത്. ആ ടെമ്പറേച്ചറിനെ നമുക്ക് എനർജിയുടെ യൂണിറ്റ്സിൽ കാണിക്കാൻ പറ്റും. നമുക്ക് എനർജി ഈസ് ഈക്വൽ ടു കെ ടി അങ്ങനെ കൊടുക്കാമല്ലോ. സോ കെ ടി ഈസ് ഈക്വൽ ടു ആവറേജ് കൈനറ്റിക് എനർജി അല്ല കേട്ടോ, എനർജിയാണ്. കെ ടി ഈസ് ഈക്വൽ ടു 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞ് 1 ഇലക്ട്രോൺ വോൾട്ട് അങ്ങനെ കൊടുക്കുന്നു. സോ 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് വെച്ചാൽ ഇൻ ജൂൾസ് എന്താണ്? 1.6 × 10⁻⁹ ആണ്. അപ്പം ടെമ്പറേച്ചർ മാത്രം കിട്ടാൻ ബോൾസ്മാൻ കോൺസ്റ്റന്റ് നമ്മൾ RHS-ലേക്ക് കൊണ്ടുവരുന്നു. ടി ഈസ് ഈക്വൽ ടു എന്ത് വരും? 1.6 × 10⁻⁹ ഡിവൈഡഡ് ബൈ 1.38 × 10⁻23. അത് ചെയ്താൽ 11,600 എന്നാണ് കിട്ടുക. ദാറ്റ് ഈസ് 1 ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഈക്വൽ ടു 11,600 കെൽവിൻ. അതായത് നമുക്ക് ടെമ്പറേച്ചറിനെ എനർജീന്റെ യൂണിറ്റ്സിലും പറയാൻ പറ്റും. ഇപ്പൊ ഹയർ ടെമ്പറേച്ചർ ഇപ്പൊ 1 മില്യൺ കെൽവിൻ എന്നൊക്കെ ഉള്ളത് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് എഴുതുമ്പോൾ അതൊരു ചെറിയ നമ്പർ ആയിരിക്കും, ചെറിയ ഡിജിറ്റിൽ വരും. അങ്ങനെ ടെമ്പറേച്ചറിനെ നമുക്ക് എനർജിയുടെ യൂണിറ്റ്സിൽ കാണിക്കാൻ പറ്റും. ഇതാണത്. സിമ്പിളാണ്. പിന്നെ ടെമ്പറേച്ചറിനെ കുറിച്ചിട്ടുള്ള ഒരു മിസ്കൺസെപ്റ്റ് എന്താന്ന് വെച്ചാല് ഈ നമ്മൾ വിചാരിക്കും ഹയർ ടെമ്പറേച്ചർ മീൻസ് ലോട്ട് ഓഫ് ഹീറ്റ്, അങ്ങനത്തെ ഒരു ആ കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ഇപ്പം നമ്മൾ ഫ്ലൂറസെന്റ് ലൈറ്റ് ബൾബ് എടുത്തു നോക്കിയാൽ അതിൻ്റെ അകത്ത് 20,000 കെൽവിൻ ആണ് ഫ്ലൂറസെന്റ് ലൈറ്റ് ബൾബിന്റെ ഇൻസൈഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് അതിന്റെ വോളിൽ തൊട്ട് നോക്കിയാൽ അത്രയും ടെമ്പറേച്ചർ നമുക്ക് അത്രയും ഹോട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം എന്താന്ന് വെച്ചാല് ഈ അറ്റ്മോസ്ഫിയറിലുള്ള അറ്റ്മോസ്ഫിയറിക് ഗ്യാസിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റിയും
ഫ്ലൂറസെന്റ് ബൾബിന്റെ അകത്തുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലൂറസെന്റ് ബൾബിന്റെ അകത്ത് ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺസ് ഈ വോളിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഹീറ്റും കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് അത്ര ഫീൽ ചെയ്യാത്തത്, ഡെൻസിറ്റി അവിടെ കുറവായതുകൊണ്ട്. സോ അതായത് the density of electrons inside a fluorescent tube is much less than that of a gas at atmospheric pressure, and the total amount of heat transferred to the wall by electrons striking it at their thermal velocities is not that great. അതുകൊണ്ടാണ് അത്ര ടെമ്പറേച്ചർ, അത്ര ഹോട്ട് നമുക്ക് അത്രയും ടെമ്പറേച്ചർ ഉള്ളിൽ ഉണ്ടായിട്ട് കൂടെ ഫീൽ ചെയ്യാത്തത്. അവിടെ ഒരു ഹീറ്റ് കപ്പാസിറ്റി കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ട്. ഹീറ്റ് അത്രയും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അതേപോലെ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ഈ സിഗരറ്റ് ഡ്രോപ്സ് ഓൺ യുവർ ഹാൻഡ്. അത് ആ സിഗരറ്റിലുള്ള ആ ടെമ്പറേച്ചർ നമ്മുടെ ഒരു ബേൺ കോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ കൂടെ ആക്ച്വലി അങ്ങനെ സംഭവിക്കാത്തത് അത്രയും ഹീറ്റ് അവിടെ ഇൻവോൾവ് ആവാത്തത് കൊണ്ടാണ്. ആ ഒരു ബേൺ സംഭവിക്കാത്ത അത്ര ഹീറ്റ് അവിടെ ഇൻവോൾവ് ആവാത്തത് കൊണ്ടാണ്. അപ്പം ഇതൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു മിസ്കൺസെപ്റ്റ് ആണ് ഈ ഹയർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വലിയൊരു ഹയർ ഹോട്ട് മീൻസ് ഗ്രേറ്റർ ഹോട്ട് എന്നുള്ള ഒരു കൺസെപ്റ്റ്. അതുകൊണ്ടാണ് ഇപ്പൊ ലാബിലും പ്ലാസ്മാസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ 1 million കെൽവിൻ അല്ലെങ്കിൽ 100 ഇലക്ട്രോൺ വോൾട്ട് ടെമ്പറേച്ചർ, അത്രയും ടെമ്പറേച്ചറിലെ പ്ലാസ്മ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോഴും ആ ഒരു വോളിന്, ആ ലാബിന്റെ വോളിന് അത്ര അതിന്റെ ആ വോളിന് അത്ര ഹീറ്റ് കിട്ടാത്തതും. സോ അതായത് എന്താ ഉദ്ദേശിച്ചത്? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ ആളില്ല എന്നുള്ളതാണോ ഉദ്ദേശിച്ചത്? കുറവായതുകൊണ്ട് ആ ഹീറ്റ് ആക്ച്വലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണോ ഉദ്ദേശിച്ചത്? അല്ലെ, അതല്ലേ ഉദ്ദേശിച്ചത്? അല്ലാതെ ഹീറ്റ് ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ. ആക്ച്വലി അവിടെ എനർജി ഉണ്ട്, പക്ഷെ ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് ആൾക്കാർ കുറവാണെന്നുള്ളതല്ലേ അവിടെ വരുന്നത്. അങ്ങനെയാണ് വായിച്ചത്. ഓക്കെ, അതായിരിക്കും കറക്റ്റ്, അതായിരിക്കും അതിനകത്ത്. അപ്പോ ഇത്രയേ ഉള്ളൂ. പിന്നെ പ്ലാസ്മയ്ക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ നമ്മള് ഫ്ലൂറസെന്റ് ബൾബിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ പ്ലാസ്മ കട്ടിംഗ് ഉണ്ട്, ഫ്യൂഷൻ എനർജിയിലും പിന്നെ ഇലക്ട്രോണിക്സിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. ഹ്യൂജ് ആപ്ലിക്കേഷൻ ഉണ്ട് പ്ലാസ്മയ്ക്ക് എന്ന് പറയുന്നത്. ഗ്യാസ് ലേസർ, ഗ്യാസ് ഡിസ്ചാർജ് ഒക്കെ ഉണ്ട്. ഈ വൈഡ് ആംഗിൾ വ്യൂവിന് ടെലിവിഷനിൽ പ്ലാസ്മ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സ്പേസ് ക്രാഫ്റ്റിന്റെ ട്രസ്റ്റർ ആയിട്ട് നമുക്കറിയാലോ, ഒരു കെമിക്കൽ ബേൺ ചെയ്തിട്ട് അതിന്റെ ഒരു ട്രസ്റ്റിലാണ് സ്പേസ് ക്രാഫ്റ്റ് എസ്കേപ്പ് ചെയ്യുന്നത്. അതിന് പകരം ഒരു ലോ ഫ്യൂവൽ ആയിട്ട് പ്ലാസ്മേനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പ്ലാസ്മ ട്രസ്റ്റ് വെച്ചിട്ട് സ്പേസ് ക്രാഫ്റ്റിനെ നമുക്ക് എസ്കേപ്പ് ചെയ്യിക്കാൻ പറ്റും. ഈ പിക്ചറിൽ അതാണ് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് ഇൻ ഡീറ്റെയിൽ എനിക്ക് പറയാനില്ല. സോ ഇതാണ് ഞാൻ പറയാനുള്ളത്. പ്ലാസ്മയെ ഡിഫൈൻ ചെയ്യുന്നത് പൊതുവെ നമ്മൾ പറയുന്ന ഇനി അയനൈസ്ഡ് ഗ്യാസ് അതിനെ പ്ലാസ്മയായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതിന്റെ യുണീക് പ്രോപ്പർട്ടീസ്, അതിന്റെ ക്വാസി ന്യൂട്രാലിറ്റി, കളക്റ്റീവ് ബിഹേവിയർ, അതിന്റെ പിന്നെ ഒക്കറൻസ് എന്താണ്, കൺസെപ്റ്റ് ഓഫ് ടെമ്പറേച്ചർ, ഇത്രയാണ് പറയാനുള്ളത്. ഐ തിങ്ക് എക്സാമിന് ചോദിക്കുന്ന കളക്റ്റീവ് ബിഹേവിയർ, ക്വാസി ന്യൂട്രാലിറ്റിയും വരണം കേട്ടോ നിങ്ങൾ എഴുതുമ്പോ. പ്ലാസ്മ എന്നുള്ള ഒരു ഇത് ചോദിക്കുമ്പോഴേ അല്ലാതെ വെറുതെ ഫോർത്ത് സ്റ്റേറ്റ് എന്ന് അങ്ങനെ പറയാൻ പാടില്ല. പ്ലാസ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 പോയിന്റും അതിൽ വരണം. കളക്റ്റീവ് ബിഹേവിയറും ക്വാസി ന്യൂട്രാലിറ്റി എന്നുള്ള പോയിന്റ്. ഞാൻ ബാക്കി എല്ലാരും ഇവിടെ പറഞ്ഞത് കേൾക്കുന്നുണ്ടല്ലോ, എല്ലാരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ?
അതെ അതെ. ഇനിയിപ്പം ഫർഹാനന്റെ കഴിഞ്ഞെങ്കിലും ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കായിരുന്നു അല്ലേ? സംശയമുള്ളവർ അതെ 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 ആ അതെ. എന്തൊക്കെയാണ്? കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഞാൻ ഈ ഇത് ക്ലിയർ ക്ലിയർ ഉണ്ടോ? സ്ക്രീൻ ക്ലിയർ ആയിട്ടില്ല. ഒന്നുമില്ല. അതെ, വലിയ പ്രശ്നമില്ല, കുറച്ച് കാണാം. പക്ഷെ സൂം ചെയ്യുന്ന പോലെ കാണുന്നില്ല എന്നേ ഉള്ളൂ. കാണാം. നീ പിന്നെ അതൊന്ന് ഷെയർ ചെയ്താൽ മതി ആ ക്ലാസ് റൂമിലെ. ആ ആ ആ എന്റെ കാര്യമായിട്ടൊന്നും പറയാനില്ല, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഉള്ളൂ. അതെ, അത് അതെ പ്രധാനപ്പെട്ട അതെ കോൺസെപ്റ്റ് ഇൻട്രൊഡക്ഷൻ അതിനകത്ത് ഉണ്ട്. ആയതുകൊണ്ട് നമുക്ക് അത് അറിഞ്ഞാലാണെങ്കിൽ അങ്ങോട്ടേക്ക് വണ്ടി ഓടുള്ളൂ. ബാക്കിയുള്ളവരൊന്നും എന്താണ് ആ അനങ്ങാത്തത്? ഡൗട്ട് ഒന്നും ഇല്ലായിരിക്കും അല്ലേ? ഡൗട്ട് ഇല്ലെങ്കിലും പറയടോ, നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ എല്ലാരും കേൾക്കുന്നുണ്ട്. ഞാൻ ആരെയും കാണുന്നില്ല ടീച്ചർ, അതുകൊണ്ട് ഞാൻ എല്ലാരും ചോദിക്കുന്നത്. ഉണ്ട്, എല്ലാരും 11 ആളും ഉണ്ടല്ലോ ഉണ്ട്. അല്ലേ? ഓ 9 ആളും ഉണ്ട്. നമ്മളല്ലേ 2 ആള്. ഓക്കെ. അനുശ്രീ എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ വിളിച്ച് പറയേണ്ടി വരും പിള്ളേർ. മിസ് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോയിട്ട് ഒന്നും കേൾക്കുന്നില്ലേനു. അതെ, അപ്പൊ വേറെ ആരാണ്? ആരതിക്ക് കേൾക്കാമായിരുന്നോ? ആരതി എന്ത് പറയുന്നു? ആ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്താ ഡൗട്ട് എന്തെങ്കിലും ക്ലിയർ ആണോ? ഡൗട്ട് അല്ല, ക്വാസി ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാല് പ്ലാസ്മ ഓൾമോസ്റ്റ് ന്യൂട്രൽ ആണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഫർഹാനെയാണ് പറയേണ്ടത്. മിസ് ആ അങ്ങനെയുണ്ടോ? ക്വാസി പ്ലാസ്മയില് ചാർജ്ഡ് പാർട്ടിക്കിൾസ് മാത്രമല്ല, ന്യൂട്രൽ ആറ്റംസ് കൂടെ ഉണ്ട്. ചാർജ്ഡ് പാർട്ടിക്കിൾസ് മാത്രമല്ല, അപ്പം അതിന്റെ ക്വാസി ന്യൂട്രാലിറ്റി ഓവറോൾ ന്യൂട്രൽ ആണെന്നുള്ള ടേമിലാണ് ക്വാസി ന്യൂട്രാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മള് സാധാരണ ടീച്ചർ എനിക്കൊന്ന് ക്വാസി നമ്മൾ യൂസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ ക്വാസി ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാല് കംപ്ലീറ്റ് ന്യൂട്രൽ അല്ല അല്ലേ? ആ ആ ഒരു സെമി എന്ന് അങ്ങനെയല്ല ഇപ്പൊ പറയുന്ന ക്വാസി പോലെ ഒരു സ്ലോലി പക്ഷെ ക്വാസി ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ അതായത് ഓവറോൾ നമ്മുടെ മെറ്റീരിയൽ ന്യൂട്രൽ തന്നെയാണ്. പക്ഷെ അതിനകത്തുള്ള ചാർജ് സെപ്പറേഷൻസ് കൊണ്ട് അതിനകത്തൊരു ഫീൽഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് എന്നുള്ളതല്ലേ ഉദ്ദേശിക്കുന്നത്? അല്ലാതെ ബൈ സം റീസൺ അവിടെ എന്തുണ്ട്, ആ ന്യൂട്രാലിറ്റി നഷ്ടപ്പെടുകയും ചെയ്യാം. അതായിരുന്നു തോന്നുന്നു ഉദ്ദേശിച്ചത് അതെ, അല്ലേ? അതായത് റാൻഡം ആയിട്ട് അതിങ്ങനെ ലോക്കലൈസ്ഡ് ആയിട്ട് ഫോം ചെയ്യുന്നതുകൊണ്ട്, ലോക്കലൈസ്ഡ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് ഫോം ചെയ്യുന്നതുകൊണ്ട് ഓവറോൾ അതിനകത്ത് എപ്പോഴും അതെ ഒരു നമ്മൾ ഈ പോളറൈസേഷൻ പറയുന്ന പോലെ ഒരു ഫീൽഡ് ഉണ്ടാവും. അത് ക്യാൻസൽ ഔട്ട് ചെയ്യാതെ ഫീൽഡ് ഉണ്ടാവും. പക്ഷെ ചാർജ് ഉണ്ടാവാം. നോക്കുകയാണെങ്കിൽ ടോട്ടൽ ന്യൂട്രൽ ആണ്. ബിക്കോസ് എത്രത്തോളം അയോൺ ഉണ്ടോ അത്രത്തോളം ഇലക്ട്രോൺസും ഉണ്ട്. എത്രത്തോളം പോസിറ്റീവ് ചാർജ് ഉണ്ടോ അതെ അത്രത്തോളം ഇലക്ട്രോൺസും ഉണ്ട്. അപ്പം എന്താണ്, ചാർജ് പറഞ്ഞാൽ അത് ന്യൂട്രൽ ആണ്. പക്ഷെ അതിന്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത്, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് യൂണിഫോം അല്ലാതെ വരുന്നത് കൊണ്ട് നെറ്റ് ഇഫക്റ്റിൽ അവിടെ ഫീൽഡ് ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണോ ഫർഹാന? ക്വാസി ന്യൂട്രാലിറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, അങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളുടെ ഭാഗത്തിലാണത്. വേണേ നമുക്ക് ഒന്നും കൂടി നോക്കാം നിത്യ, എന്താണെന്ന്. അത് പ്രധാനപ്പെട്ട പോയിന്റ് ആണല്ലോ. റാൻഡം ഫ്ലക്ച്വേഷൻ കാണിക്കുന്നോണ്ടേ ആ ന്യൂട്രാലിറ്റി ചിലപ്പോ നഷ്ടപ്പെടാം. അത് ടീച്ചർ പറഞ്ഞ പോലെ അവിടെ ഇവിടെയൊക്കെ ഫീൽഡ് ഉണ്ടാവാം. എന്ന് വെച്ചാൽ ഒരു ചാർജ് കേസ് കാണാം. അപ്പൊ നമുക്ക് കംപ്ലീറ്റ് ന്യൂട്രൽ എന്താ പറയുക ബിഹേവിയർ കിട്ടില്ല. അതാണ് തോന്നുന്നു ക്വാസി പറയുന്നത്. നമ്മള് ന്യൂട്രൽ പിന്നെ എന്താണ് പോളറൈസേഷൻ പറയുന്നത് പോലെ ഇവിടെയും ചാർജ് ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം അല്ലാത്തത് കൊണ്ട് അതിങ്ങനെ ഫ്ലക്ച്വേഷൻ കൊണ്ട് അതിനകത്ത് എപ്പോഴും എന്താ പറയാ ഒരു നെറ്റ് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യും. അതാണ്. പക്ഷെ ചാർജ് ടോട്ടൽ ചാർജ് 0 തന്നെയാണ്. അതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ അതാ ക്വാസി ന്യൂട്രൽ എന്ന് പറയുന്നത്. ക്വാസി പീരിയോഡിക് പറയില്ലേ നമ്മള്, കാരണം കംപ്ലീറ്റ് പീരിയോഡിക് അല്ല. എന്നാല് പീരിയോഡിക് ആണോ എന്ന് ചോദിച്ചാല് ഓക്കെ, നമുക്ക് പീരിയോഡിക്കാന്ന് പറഞ്ഞു. അങ്ങനെയുള്ളതിനല്ലേ നമ്മൾ ക്വാസി ആ ഒരു
വേറെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇനി ഞാൻ വിളിക്കാൻ നിൽക്കണോ നിങ്ങള് ചോദിച്ചോളൂ. നമ്മൾ ഇതൊരു ക്ലാസ് ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സെമിനാറിന് അതെ അതെ മാറ്റാൻ അതെ വേണ്ടിയിട്ടല്ല ഫർഹാനനെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ചത്. അല്ലാതെ വേറെ അതെ സെമിനാർ ഒന്നും അല്ല, അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട്, നമ്മളിതൊരു ഡിസ്കഷൻ പ്ലാറ്റ്ഫോം ആണ്. നിങ്ങൾക്ക് അറിയാത്ത നിങ്ങൾക്കറിയാം പറയും, ഇല്ലെങ്കിൽ നമ്മൾ നോക്കിയിട്ട് കണ്ടുപിടിക്കും. അപ്പൊ ധൈര്യമായിട്ട് ചോദിച്ചോളൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അതെ അതെ അത്രേ ഉള്ളൂ. മിസ്സേ ഈ കളക്റ്റീവ് ബിഹേവിയർ പാർട്ട് ഒന്നുകൂടി മനസ്സിലാവേണ്ടതിന്. അതെ ഫർഹാന, അതൊന്ന് പറഞ്ഞു കൊടുത്തേ. കളക്റ്റീവ് ബിഹേവിയർ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. കളക്റ്റീവ് ബിഹേവിയർ പ്ലാസ്മയില് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണല്ലോ ഉള്ളത്. അപ്പം ഈ ചാർജസ്, പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് ഇലക്ട്രോൺസും ചാർജസ് വരുമ്പം അവിടെ ഇലക്ട്രിക് ഫീൽഡ് വരുന്നു. അതേപോലെ ഈ ചാർജസിന്റെ ഫ്ലോ കാരണം, മോഷൻ കാരണം കറണ്ട് ജനറേറ്റ് ചെയ്യുന്നു. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡും വരുന്നു. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വന്നാൽ അതിന് പൊതുവേ ഒരു ന്യൂട്രൽ ആറ്റത്തിന്റെ പോലെ ആയിരിക്കില്ല അതിന്റെ ബിഹേവിയർ. അതിന്റെ മോഷൻ ഒരു ചാർജിന് അതിനേക്കാളും ദൂരെയുള്ള ഒരു ഡിസ്റ്റൻസിലുള്ള ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾസിനെയും ഈ ഫീൽഡിന്റെ എഫക്റ്റ് കാരണം അതിന്റെ മോഷനെ എഫക്റ്റ് ചെയ്യാൻ പറ്റും. ന്യൂട്രൽ ആറ്റത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ അങ്ങനെയല്ല. അവിടെ നെറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഇല്ല. അവിടെ കൊളീഷൻ കാരണമാണ് അവിടുത്തെ മോഷൻ കൺട്രോൾ ചെയ്യുന്നത് കൊളീഷൻ ആണ്. ഇവിടെ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഫീൽഡ് കാരണം അതിന്റെ ബിഹേവിയറിൽ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഫീൽഡ് ആ ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ മോഷനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിന്റെ ഒരു ന്യൂട്രൽ ആറ്റത്തിന്റെ പോലെയല്ല ഇതിന്റെ ബിഹേവിയർ വരിക. അതിന്റെ മോഷനൊക്കെ മാറുന്നതുകൊണ്ട്, ഫീൽഡൊക്കെ വരുന്നതുകൊണ്ട് അതിനാണ് കളക്റ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഒരു ന്യൂട്രൽ ആറ്റംസ് ഉണ്ട്, അയോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ്, ഇതൊക്കെ ഉണ്ട് പ്ലാസ്മയില്. അപ്പം ഒരു കളക്റ്റീവ് ബിഹേവിയർ ആണ് അതിന് വരുന്നത്. അല്ലേ? ഓക്കെ, മനസ്സിലായി. അപ്പം അത് ക്ലിയർ ആയിരിക്കുമല്ലോ അല്ലെ ഫർഹാന പറഞ്ഞ പോലെ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പൊ ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾസ് കൊണ്ടാണ് ആ സിസ്റ്റം ഉള്ളതെങ്കിൽ അവർ തമ്മിൽ കൊളൈഡ് ചെയ്താൽ മാത്രമാണ് അതിന്റെ മോഷൻ ഒരു വ്യത്യാസം വരാൻ സാധ്യതയുള്ളൂ. പക്ഷെ ഇവിടെ പ്ലാസ്മയ്ക്കകത്ത് ചാർജ്ഡ് പാർട്ടിക്കിൾസും അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഫീൽഡ്സും, മൂവിങ് ചാർജസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അവിടെ കറണ്ട് വാരി ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും എല്ലാം ഉണ്ടാവും. അപ്പം ഈ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡിന്റെയും ഇൻഫ്ലുവൻസ് കൊണ്ട് പരസ്പരം ഇവർ തമ്മിലുള്ള മോഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഡയറക്റ്റ് കണക്ഷൻ ഒന്നും ഇല്ലെങ്കിലും ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് അവരുടെ ബിഹേവിയറിന് എന്താ പറയണ്ട, ഒരു കളക്റ്റീവ് ബിഹേവിയർ വരും എന്നുള്ളതാണ് നമ്മളിവിടെ പ്ലാസ്മയിലെ കളക്റ്റീവ് ബിഹേവിയർ എന്ന് പറഞ്ഞത്. ഫർഹാന നന്നായിട്ട് തന്നെ പറഞ്ഞു തന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? അപ്പോൾ പിന്നെ ഇനി ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു.